പ്രിയപ്പെട്ടവരെ, കേരളത്തോടുള്ള നിങ്ങളുടെ അദമ്യമായ സ്നേഹവായ്പാണ് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ദൃശ്യമാവുന്നത്. നമ്മുടെ നാടിനോടൊപ്പം എല്ലാ തലങ്ങളിലും സഞ്ചരിക്കുന്നവരാണ് പ്രവാസികൾ. പ്രത്യേകിച്ച് ഗൾഫിലെ പ്രവാസി സഹോദരങ്ങൾ. നാടിൻ്റെ ഓരോ ചലനത്തിലും ഭാഗഭാക്കാകുന്നവരാണ് ഇവിടെയുള്ള പ്രവാസി സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഓരോ ചുവടുവെപ്പും വലിയ താല്പര്യത്തോടെയാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്. സംസ്ഥാനവും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന പ്രവാസി സഹോദരങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ കരുതലോടെയാണ് നീങ്ങുന്നത്. ഇവിടെ പ്രവാസി സഹോദരങ്ങളിൽ പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സാധാരണ ജോലി ചെയ്യുന്നവർ മുതൽ അതിവൈദഗ്ധ്യമാർന്ന ചുമതലകൾ നിറവേറ്റുന്നവർ വരെ. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതം നയിച്ച് വ്യാവസായിക രംഗത്ത് വലിയ തോതിൽ വിജയം നേടിയവർ, ശാസ്ത്രരംഗത്തെ പ്രതിഭകൾ, ഇവരിലെല്ലാം കേരളത്തെക്കുറിച്ചുള്ള കരുതൽ എല്ലായ്പ്പോഴുമുണ്ട്. പക്ഷേ നമ്മുടെ നാടിനെക്കുറിച്ച് അവർക്ക് ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നാടെങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അവരുടേതായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസരമോ വേദിയോ ഉണ്ടായിരുന്നില്ല. അവരത് മനസ്സിൽ സൂക്ഷിക്കുകയും ചില സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിലയാണുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് പ്രവാസി സഹോദരങ്ങളുടെ പങ്കാളിത്തം കൂടി എങ്ങനെ ഉറപ്പുവരുത്താം എന്ന ആലോചനയുടെ ഭാഗമായാണ് ലോക കേരള സഭയ്ക്ക് രൂപം കൊടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2018 ലോക കേരള സഭ ആദ്യമായും രൂപം കൊള്ളുന്നത്. അത് പുതിയൊരനുഭവമായിരുന്നു. നമ്മുടെ രാജ്യത്ത് പുതിയ അനുഭവമാണ്. ലോകത്ത് തന്നെ ആ രീതിയിലുള്ളൊരു സംവിധാനം പ്രവാസ ജീവിതം നയിക്കുന്നവരെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ പങ്കാളികളാക്കുന്ന ഇതുപോലൊരു സംവിധാനം എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇത്
നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പ്രവാസി സഹോദരങ്ങളും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളും കേരളത്തിലുള്ള നിയമസഭാംഗങ്ങളും ഉൾക്കൊള്ളുന്നൊരു സഭയാണ്. അപ്പോൾ എത്രമാത്രം വിപുലമാണ്, അതേസമയം എത്രമാത്രം മഹത്തരമായ രീതിയിലാണ് ആ ഒരു സഭയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് നാം കാണേണ്ടതാണ്. അതിൻ്റെ സമ്മേളനങ്ങൾ 4 പ്രധാന സമ്മേളനങ്ങൾ ഇതേവരെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മേഖലാ സമ്മേളനങ്ങൾ 3 നടക്കുകയുണ്ടായി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക് ഇത്രയും സ്ഥലങ്ങളിൽ മേഖലാ സമ്മേളനങ്ങൾ നടന്നു. നമ്മുടെ ആദ്യ ലോക കേരള സഭയിൽ 35 രാജ്യങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ 4ാം സഭയിൽ 103 രാജ്യങ്ങളാണ് പ്രതിനിധികളായി വന്നത്. 5ാമത്തെ സഭ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഇതിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അതിലുണ്ടാവുക. ഇവിടെ 4ാം ലോക കേരള സഭയിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയുണ്ടായി. എല്ലാ ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളും ഗൗരവമായി പരിഗണിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഒരു നിർദ്ദേശം നോർക്ക കെയറിനെ കുറിച്ചായിരുന്നു. മറ്റൊന്ന് സമഗ്രമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വേണമെന്നതായിരുന്നു. അതോടൊപ്പം തന്നെ സമഗ്രമായ പുനരധിവാസ പദ്ധതി, പ്രവാസ മിഷൻ രൂപം നൽകണം എന്നും നിർദ്ദേശമായി വരികയുണ്ടായി. ഇതിൽ നോർക്ക കെയറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നടപ്പാക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് അത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. ഇത് പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. നോർക്ക ID കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസാണ് ഇതുവഴി ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം നിലവിലുള്ള രോഗങ്ങൾക്കും ആവശ്യമായ ചികിത്സക്കുള്ള പരിരക്ഷ ലഭിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സക്കുള്ള പരിരക്ഷയും
ഇതിൻ്റെ ഭാഗമായി ലഭിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് പ്രവാസി മിഷനുമായി ബന്ധപ്പെട്ട കാര്യം. കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്നതിനാണ് ഇതുവഴി ഉദ്ദേശിച്ചത്. പ്രവാസികളുടെ പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം വലിയ തോതിൽ ഉറപ്പുവരുത്താനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ നോർക്കയുടെ പ്രവർത്തനങ്ങൾക്ക് വികേന്ദ്രീകൃതമായ സ്വഭാവം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികളുടെ പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, പ്രവാസികൾക്കുള്ള ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ എടുത്താൽ 68,356 പ്രവാസികൾക്ക് 739 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാസി ഡിവിഡൻ പദ്ധതി, പ്രവാസി നിക്ഷേപങ്ങൾ ഫലപ്രദമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണിത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് 330 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പ്രവാസികളുടെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നാം ഓഖിൽ എന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസ്റ്റ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് തീർത്തും ഒരു സർക്കാർ കമ്പനി എന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവയിൽ ഇടപെടുന്നതിനുമാണ് NRI കമ്മീഷൻ രൂപീകരിച്ചത്. ഒരു റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലാണിത് പ്രവർത്തിക്കുന്നത്. ഫലപ്രദമായ പ്രവർത്തനം ആ കമ്മീഷൻ കാഴ്ചവെക്കുകയാണ്. അതിനകത്ത് പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ സ്വത്ത് തർക്കം പോലുള്ള കാര്യങ്ങളടക്കം കൈകാര്യം ചെയ്യപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആ കമ്മീഷന് കഴിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ചില വ്യക്തികൾ നടത്തുന്ന നിയമാനുസൃതമല്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തട്ടിപ്പിനിരയാകുന്ന പ്രവാസ ജീവിതം നയിക്കാൻ പുറപ്പെടുന്നവരുണ്ട്. റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്, അതേപോലെ തന്നെ അതുപോലുള്ള മറ്റു പരാതികൾ, അവയെല്ലാം പരിഹരിക്കുന്നതിനുള്ള ജില്ലാ അദാലത്തുകളും ഇതിൻ്റെ ഭാഗമായി നടത്തിപ്പോകുന്നുണ്ട്. നമ്മുടെ
പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെടുത്താൽ 2016 മുതൽ ഇതുവരെ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 35,580 കുടുംബങ്ങൾക്ക് 212 കോടി രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ND പ്രേമിനെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. തിരികെ എത്തിയ പ്രവാസികൾ അവിടെ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ആ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് ഒരു പുനരധിവാസ പദ്ധതി എന്ന നിലക്ക്. ആ സഹായം 7,800 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ അവയ്ക്ക് സബ്സിഡിയായി നൽകിയത് 106 കോടി 38 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവർ, അവര് സ്വയം തൊഴിലോ മറ്റേതെങ്കിലും സംരംഭങ്ങളോ ആരംഭിക്കുമ്പോൾ അവർക്ക് പലിശ ഇനത്തിലും മൂലധന സബ്സിഡി ഇനത്തിലും തുക നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ 118 കോടി 98 ലക്ഷം രൂപ പ്രവാസി ഭദ്രതയുടെ ഭാഗമായി ഇതിനകം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാസി ID കാർഡ് നമ്മുടെ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ പ്രവാസി സഹോദരങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് ID കാർഡ് ഉണ്ടാകുന്നത് പലതരത്തിലും സഹായകരമാണ്. ഇപ്പോൾ 7,53,310 പ്രവാസികൾക്കാണ് തിരിച്ചറിയൽ കാർഡ് നൽകാനായത്. നമുക്കറിയാം ഇത് പൂർണ്ണമല്ല എന്ന്. അത് ID കാർഡ് എടുക്കാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അതൊരു നല്ല കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാർഡ് എടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 76 പേർക്ക് 1,99,88,000 രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് ID കാർഡ്, പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ഇവയെല്ലാം ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയിൽ 47,749 പ്രവാസികളാണ് ഇപ്പോൾ പോളിസി ലഭിച്ചവരായുള്ളത്. ഇതിൽ കാണേണ്ട കാര്യം 16 പേർക്ക് ഇതിനകം തന്നെ 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകാനായിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സിൻ്റെ സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നൽകുന്ന ധനസഹായമാണിത്. 1,657 വിദ്യാർത്ഥികൾക്ക് 2,91,10,10,000 രൂപ ഇതിനകം സ്കോളർഷിപ്പായി അനുവദിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അതെല്ലാം നമുക്ക് ക്രമത്തിൽ
ചെയ്തു പോകാം എന്നതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ചെയ്ത ചില കാര്യങ്ങളെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പറയാൻ സമയമില്ലാതെ പോകുമെന്നതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇത്തരമൊരു പരിപാടി, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ, ആ പരിപാടിയിൽ ഇതോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം സന്തോഷം തരുന്ന കാര്യമാണ്. ഒമാനിൽ മുൻപ് പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലക്ക് ആദ്യമായാണ് ഞാനിവിടെ വരുന്നത്. ഏറ്റവും ഒടുവിൽ വന്നത് 2013 മറ്റോ ആണെന്നാണ് ഓർമ്മ. എന്നാൽ ഞാനിവിടെ വന്നതിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പരിപാടിയാണ് ഇന്നിവിടെ കണ്ടത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായുള്ള പരിപാടിയിൽ സാധാരണ നിലയിൽ നല്ല പരിപാടികൾ നടക്കാറുണ്ട്, നല്ല കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കേരളത്തോടുള്ള ഒരു പ്രത്യേക കരുതൽ എന്ന നിലക്കാണ് നിങ്ങൾ ഈ തരത്തിൽ ഇന്നത്തെ ദിനം വലിയ തോതിലുള്ള ഒരു ആഘോഷ പരിപാടിയാക്കി മാറ്റിയത് എന്നാണ് തോന്നുന്നത്. അതിന് കേരളത്തിന് നന്ദി ആദ്യമായും അറിയിക്കട്ടെ. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി വേഗത ഉണ്ടാകേണ്ടതാണ് എന്ന ഒരഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അത് സ്വാഭാവികമായും നമ്മുടെ ആളുകൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണല്ലോ ഉള്ളത്. അവർ നാട്ടിൽ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച വല്ലാതെ അവർക്ക് മനമടുപ്പുണ്ടാക്കാറുണ്ട്. കാരണം സഞ്ചരിക്കാൻ നല്ല റോഡുകളില്ല, പലതരത്തിലുള്ള ഇല്ലായ്മകൾ, പലയിടത്തും വൃത്തിഹീനമായ ഒരുപാട് അന്തരീക്ഷം. ഇതെല്ലാം അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായൊരു നിലയാണ്. അതിൻ്റെ ഭാഗമായി വല്ലാതെ അവർ വികാരം കൊള്ളാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പല രാജ്യങ്ങളിലുള്ള പ്രവാസികളുമായി സംവദിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. നാട്ടിൽ വരുമ്പോൾ മാത്രമല്ല, അതത് രാജ്യത്ത് പോയി സംവദിച്ചിരുന്നു. അങ്ങനെ സംവദിക്കുന്ന ഘട്ടത്തിൽ നാടിൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് ദശാബ്ദങ്ങൾക്ക് മുൻപുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എല്ലാം കുറ്റം പറയുന്ന അവസ്ഥ. നമ്മൾക്ക് തോന്നുന്നു എന്താണ് ഇങ്ങനെ നാടിനെ വല്ലാതെ കുറ്റം പറയുന്നത്. പക്ഷെ അതൊരു കുറ്റം പറച്ചിലല്ല. നമ്മുടെ നാട് മുന്നോട്ട് പോകണം, ആ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാവണം, നല്ല യാത്രാ സൗകര്യം വേണം, എല്ലായിടവും വൃത്തിയുണ്ടാവണം, എല്ലാ തരത്തിലും നമ്മുടെ സംസ്ഥാനം മുന്നിട്ട് നിൽക്കണം. ഈ ഒരു വികാരമാണ് അവരെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചിരുന്നത്.
നമുക്കറിയാം, നമ്മുടെ കേരളം പലതരത്തിൽ ശ്രദ്ധ നേടിയൊരു നാടാണ്. കേരളത്തിൻ്റെ പഴയ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ നാടും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിറഞ്ഞൊരു നാടായിരുന്നു. എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ നാടിൻ്റെ പ്രയാസങ്ങൾ എന്തായിരുന്നു എന്ന്. ഇന്ന് എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. എന്നാൽ ഒരു കാലത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ലായിരുന്നു. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മറക്കാൻ പാടില്ലായിരുന്നു. അവിടെ വസ്ത്രമുണ്ടാകാൻ പാടില്ല. മുട്ടിന് താഴെ എത്തുന്ന മുണ്ടുടുക്കാൻ പാടില്ല. നല്ലൊരു ഭാഗം ആളുകൾക്ക് അർദ്ധനഗ്നരായി നടക്കണം. അവർ സ്ത്രീകൾ മാറുമറക്കാൻ അവകാശമില്ലാത്തവരായിരുന്നു. ഇങ്ങനെയെല്ലാം ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ നാട് മാറി വന്നു. അതുമാത്രമല്ല, പട്ടിക്കൊരു വഴിയിലൂടെ പോകാം, ആ വഴിയിലൂടെ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കണ്ണിൽപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള തൊട്ടുകൂടായ്മയും തീണ്ടലും അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം സമൂഹത്തെ വല്ലാതെ പുറകോട്ടടിച്ചു. വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നൊരു കൂട്ടർ, വിദ്യ അഭ്യസിക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം കൂടെ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. നവോത്ഥാനത്തിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾക്കെതിരെ നവോത്ഥാന നായകർ പടപൊരുതി. വലിയ മാറ്റം അതിന് തുടക്കം കുറിക്കാൻ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞു. നവോത്ഥാനം ശരിയായ രീതിയിൽ കേരളത്തിൽ ഏറ്റെടുക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് കേരളത്തെ നോക്കി ആക്ഷേപിച്ചത് ഇന്നല്ല, കുറേ നാൾ മുൻപ് തന്നെ നമ്മുടെ നാട് ഏറ്റവും മാതൃകാപരമായ ഒരു മനുഷ്യാലയമായി തീർന്നു. ജാതിപരമോ മതപരമോ ആയ വേർതിരിവുകളില്ലാത്ത, ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവർക്കും സോദരത്വേന വാഴാൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി. അവിടെ നിന്നും നമ്മുടെ നാട് പിന്നെയും മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോക്കിന് കേരള സംസ്ഥാന രൂപീകരണം ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അവിടെ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ 1957 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ കേരളത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് ആയിരുന്നു EMSന് നേതൃത്വമുള്ള ഗവൺമെൻറ്. അന്ന് ആ ഗവൺമെൻറ് തുടക്കമിട്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നീട് നമ്മളെ നോക്കി രാജ്യവും ലോകവും കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന നില വന്നു. ആ കേരള മോഡൽ എന്ന വിശേഷണത്തിന് അർഹത നേടത്തക്ക രീതിയിൽ നമ്മുടെ നാടിനെ ഉയർത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ഈ 57 ഗവൺമെൻറ് ആയിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ഭൂപരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ ഭൂപരിഷ്കരണമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ
നാടിനെ മാറ്റിയത് ഈ പറയുന്ന കേരള മോഡലിന് അടിത്തറയിട്ടത് എന്ന് സാമൂഹ്യശാസ്ത്രജ്ഞരൊക്കെ വിലയിരുത്തിയതാണ്. മറ്റൊരു പ്രധാന ഘടകം പ്രവാസ ജീവിതമാണ്, പ്രവാസികളുടെ പങ്കാണ്. പ്രവാസികൾ, പ്രത്യേകിച്ച് ഗൾഫിലേക്കുള്ള പ്രവാസ ജീവിതം, അത് ഗൾഫിലേക്ക് വന്ന പ്രവാസി സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അവരെല്ലാം ഏറിയ കൂറും നാടിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നവരാണ്. അതിൻ്റെ ഫലമായി നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയ പങ്കാണ് അവർ വഹിച്ചത്. അവരയക്കുന്ന പണം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല, അവിടുത്തെ മുടക്കമില്ലാത്ത കഞ്ഞികുടിക്ക് ഇടയാക്കി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാസ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, പ്രവാസികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് പ്രവാസികളായി വന്നിരുന്നവർ വലിയ തോതിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന, മാനുഷികാധ്വാനം ചെയ്യേണ്ടി വരുന്ന ആളുകളായിരുന്നു. കാരണം വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. എന്നാൽ 1957 അതിന് മാറ്റം കുറിച്ചു. കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചു. എല്ലായിടങ്ങളിലും നടന്നെത്താവുന്ന ദൂരത്ത് കുട്ടികൾക്ക് സ്കൂളുണ്ടെന്നുള്ള സ്ഥിതി വന്നു. അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്നെത്താവുന്ന ദൂരത്ത് കോളേജ് വരെയാകുന്ന സ്ഥിതി വന്നു. മാത്രമല്ല, ഏത് പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാർത്ഥിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള അവസരം ലഭിച്ചു. കാരണം ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന അവസ്ഥ വന്നു. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ വന്നു? അതിന് 1957 തുടക്കം കുറിച്ചു. പിന്നീട് 67 ആയപ്പോൾ കൂടുതലത് വ്യാപിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ നാട്ടിലെ കുട്ടികളെല്ലാം നല്ല തോതിൽ വിദ്യാഭ്യാസത്തിൽ ആകർഷകരായി. നിങ്ങൾ ആ തലമുറയുടെ ഭാഗമായി എത്തിയവരാണ്. ആ നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയതിൻ്റെ ഭാഗമായി പ്രവാസ ജീവിതം നയിക്കാനിടയായവരാണ്. പഴയ തലമുറയിൽപ്പെട്ടവരല്ല നിങ്ങൾ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ മാറ്റം. നിങ്ങൾ അറിയുന്നവരായതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ പ്രവാസികൾ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നാടിൻ്റെ ഈ സാഹചര്യം പ്രവാസികളുടെ മാറ്റത്തിനും ഇടയാക്കിയിട്ടുണ്ട് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മോഡലായി വന്നു. പക്ഷേ അത് അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ദൗർബല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടം എത്തിയപ്പോൾ അതിലേക്കും നാട് കടന്നു. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മൾ കാണാതിരിക്കരുത് എന്ന നിലയെടുത്തു. കൂടുതൽ വികസനത്തിലേക്ക് പോകണം, കുറവുകൾ പരിഹരിക്കണം എന്നെല്ലാമുള്ള നില സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പിന്തുടരുന്നവരാണ്. കേരളത്തിലെ സർക്കാരുകളുടെ നില നോക്കിയാൽ അത് വളരെ പ്രത്യേകതയാർന്ന ഒന്നാണ്. ചരിത്രം നമ്മളെപ്പോഴും ഓർമ്മിച്ചു പോകുന്നത് നല്ലതാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ 1957 മുതൽ
1982 വരെയുള്ള വർഷങ്ങളിൽ കേരളത്തിലെ 3 ഗവൺമെൻറ്റുകൾ, അത് 57-ലെ EMS നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്, 67-ലെ EMS നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്, 1980-ൽ EK നായനാർ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്, ഈ 3 ഗവൺമെൻറ്റുകൾക്കും ആയുസ് 2 വർഷമായിരുന്നു. നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. 57-59, 67-69, 80-82. അപ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 1982 വരെ എടുത്താൽ 6 വർഷമാണ് ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടായിരുന്നു. അതൊരു ചുരുങ്ങിയ കാലമാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ചുരുങ്ങിയ കാലം കേരളത്തെ വലിയ തോതിൽ മാറ്റുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇടയാക്കിയ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ച കാലമാണ്. പരിശോധിച്ചാൽ അതിന് അതിൻ്റേതായ തുടർച്ചയുണ്ടായില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും. പിന്നെയുള്ള കാലം എടുത്താൽ ഓരോ കാലവും ഓരോ 5 വർഷവും ഒരു മുന്നണി അധികാരത്തിൽ, അടുത്ത 5 വർഷം മറ്റൊരു മുന്നണി അധികാരത്തിൽ, ഇങ്ങനെയൊരു നിലയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് 2016 വരെ തുടർന്നു. പക്ഷേ ഈ കാലയളവിൽ വന്ന ഒരു അപജയം നാം കാണേണ്ടതാണ്. ഇപ്പോൾ ഒരു കാലയളവിൽ സംസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ പിറ്റത്തെ ഒരു കാലയളവ് ആ മുന്നോട്ട് പോക്കിൻ്റെ തുടർച്ചയുണ്ടാകുന്നില്ല. ആ നയത്തിന് മാറ്റം വരുന്നു. അതിൻ്റെ ഭാഗമായി പുറകോട്ടടി സംഭവിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പം ഞാൻ പോവുകയല്ല. നമ്മൾ ഏറ്റവും ഒടുവിലുള്ള കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. 2006 മുതൽ 2011 വരെ LDF ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലുണ്ടായത്. 2011 ശേഷം UDF ഗവൺമെൻറ്റായി. 2011 തുടർച്ച അതേ രീതിയിൽ ഉണ്ടായില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. എല്ലാവർക്കും ഓർമ്മയുള്ളതും വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചതുമായ ചില ഉദാഹരണങ്ങൾ എടുത്താൽ മതി. അതിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തിൻ്റെതാണ്. വിദ്യാഭ്യാസ മേഖല നമ്മൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട മേഖലയായിരുന്നു. പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള പുറകോട്ടടി സംഭവിച്ചു. ചെറിയ പുറകോട്ടടിയല്ല. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവിടെയാണ് ഒരു സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൻ്റെ പ്രശ്നം വരുന്നത്. വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കണമല്ലോ. അതിലേറ്റവും പ്രധാനമാണല്ലോ പാഠപുസ്തകം. ആ പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിൽ ആ കാലത്ത് സംഭവിച്ചത് നിങ്ങളിൽ ചിലരെങ്കിലും മറന്നു കാണില്ല. ആ കാലത്ത് പാഠപുസ്തകം കൃത്യമായി കിട്ടിയില്ല. പാഠപുസ്തകം ഇല്ലാത്തതിൻ്റെ ഭാഗമായി അധ്യാപകര് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന നില വന്നു. അങ്ങനെയൊരു ഗതികേടിൻ്റെ കാലം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകേണ്ടതില്ല. കാരണം ജൂണിൽ സ്കൂൾ തുറക്കുമെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാലോ. ആവശ്യമായ പാഠപുസ്തകം എത്രയാണ് വേണ്ടത് എന്നത് നേരത്തെ കണക്കാക്കാൻ പറ്റും. അതിനുള്ള ക്രമീകരണം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റത്തെ
കെടുകാര്യസ്ഥയുടെ ഭാഗമായി ആ രംഗം വല്ലാതെ തകർന്നു. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകാത്ത അവസ്ഥ വന്നു. എത്ര അന്നത്തെ കണക്ക് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് 5 ലക്ഷം വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുപോയി എന്നാണ്. അത് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ സ്കൂളുകളുടെ അത്യന്തം ശോചനീയമായ അവസ്ഥ ഇതാണ് 2011-16 കാലത്ത് സംഭവിച്ചത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു. പക്ഷേ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം എന്ന നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അത്ഭുതകരമായ മാറ്റം കേരളത്തിലുണ്ടായില്ലേ? ആ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മാതൃകാപരമായ സ്ഥാപനങ്ങളായി മാറി. നമ്മുടെ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. വെറുതെയല്ല, 5000 കോടിയോളം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. നമുക്കിന്ന് നമ്മുടെ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാണ്. നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അക്കാദമിക് മികവ് നല്ല രീതിയിൽ ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നല്ലതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പുരസ്കാരങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനം കേരളത്തിന് എന്ന നിലയിലുള്ള നീതി ആയോഗിൻ്റെ അടക്കം സമ്മതപത്രം, അനുമോദനങ്ങൾ എല്ലാം നമുക്ക് ലഭിക്കുകയാണ്. ഇത് എങ്ങനെ വന്നു? അവിടെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രശ്നം വരുന്നത്. സമൂഹം മുന്നോട്ട് പോകണം, സമൂഹം മുന്നോട്ട് പോകണമെന്ന ഒരു പ്രതിബദ്ധത അധികാരത്തിലിരിക്കുന്നവർക്കുണ്ടാകണം. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ വന്നപ്പോൾ നല്ല മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായി. ഇത് പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യമാണെങ്കിൽ 2016 തൊട്ട് 21 വരെയുള്ള കാലയളവിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം. കാരണം ഏറ്റവും പ്രാധാന്യം ആ ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിനായിരുന്നു നൽകിയത്. എന്നുവെച്ച് തീരെ ശ്രദ്ധിക്കാതിരുന്നില്ല. ആ ഘട്ടത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ ഒരു യോഗം, ആ യോഗത്തിൽ പങ്കെടുത്തൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അതിൽ വൈസ് ചാൻസലർമാരോട് ചോദിച്ചു, നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം രാജ്യത്തെ ആദ്യത്തെ ഒരു 100 എണ്ണം എടുത്താൽ അതിനകത്ത് പെടുവോ? ഇല്ല, പറയാനില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്? ഇതിന് മാറ്റം വരണ്ടേ? ആ മാറ്റത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണ്ടേ? നല്ല ഫലപ്രദമായ ഇടപെടൽ യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്ത് നിന്ന്, വൈസ് ചാൻസലർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. 2021 ആയപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ 2016 മുതൽ 21 വരെ അധികാരത്തിലുണ്ടായവർ, ആ മുന്നണി തുടർന്ന് ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെയൊരു തുടർ ഭരണത്തിൻ്റെ അവസരം കിട്ടിയപ്പോൾ 21 ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കലാണ് പ്രധാന കാര്യമെന്ന്. എന്താ സ്ഥിതി ഇപ്പോൾ? കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം നോക്കണം. നമ്മുടെ
യൂണിവേഴ്സിറ്റികൾ, 2 യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ റാങ്കിൽ നിൽക്കുകയാണ്. റാങ്കിങ്ങിന്റെ കണക്കെടുത്താൽ അതിൽ രാജ്യത്തെ ആദ്യത്തെ 12, ആദ്യത്തെ 1 ഡസനിൽ 3 എണ്ണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ്. കേരളയും കൊച്ചിയും ഗാന്ധിയും 9, 10, 11 സ്ഥാനത്ത്. 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ഒരു കൂട്ടർ കൂടി വരും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം സ്ഥാനത്ത്. രാജ്യത്തെ 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. മാറ്റമല്ലേ ഇതൊക്കെ? ആ മാറ്റം എങ്ങനെ വന്നതാണ്? അതിനാവശ്യമായ ഇടപെടലുണ്ടായി. ആ ഇടപെടലിൻ്റെ കൂട്ടത്തിൽ ആവശ്യമായ സാമ്പത്തിക പിന്തുണയുണ്ട്, യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയ പിന്തുണയുണ്ട്, അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലുള്ള മാറ്റങ്ങളുണ്ട്, പുതിയ കോഴ്സുകളുടെ കാര്യം വന്നിട്ടുണ്ട്, പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. നാം കണ്ടത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മാറുകയാണിപ്പോൾ. ഇപ്പം അടുത്ത ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. ആ വാർത്തയിൽ അവർ പറഞ്ഞത്, ഈ വർഷത്തെ എണ്ണം വിദ്യാർത്ഥികൾ, വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ്. കാരണം ലോകം മനസ്സിലാക്കുകയാണ് മികവിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുന്നുവെന്ന്. അതിൻ്റെ ഭാഗമായി കുട്ടികൾ, രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളടക്കം നമ്മുടെ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രവാസികൾ ഉന്നയിച്ച പരാതിയുടെ കാര്യവും ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഏറ്റവും പ്രധാന പ്രശ്നം യാത്രാ പ്രശ്നമായിരുന്നല്ലോ. ആ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രധാന തടസ്സമായി നിന്നിരുന്നത് നമ്മുടെ കേരളത്തിന് ആവശ്യമായ വീതിയോടുകൂടിയ നാഷണൽ ഹൈവേ ഇല്ല എന്നായിരുന്നു. നാഷണൽ ഹൈവേ എന്നത് കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പൈസയും ചെലവിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക മാത്രമാണ്. ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിനുള്ള മുഴുവൻ ചെലവും നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കും. സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കേണ്ടതില്ല. പക്ഷേ സ്ഥലം എടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നമ്മൾ ആ കാര്യത്തിൽ കാണിച്ച കെടുകാര്യസ്ഥത എത്ര വലുതാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇവിടെ നാഷണൽ ഹൈവേ വികസനം നടത്താൻ കഴിയില്ല എന്ന ധാരണയോടെ തിരിച്ചു പോകേണ്ടതായി വന്നു. 2016 അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധിച്ചത്. കാരണം നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നാട്ടിലെ നിക്ഷേപത്തിന് വേണ്ടി തയ്യാറായി ആരെങ്കിലും വന്നാൽ യാത്രാ സൗകര്യം വലിയ തോതിൽ കുറഞ്ഞൊരു നാട് എന്ന നിലക്ക് ആദ്യത്തെ യാത്രയോടുകൂടി ആ നിക്ഷേപകൻ കേരളത്തിൽ തിരിച്ചുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. നാടിൻ്റെ മുന്നോട്ട് പോക്കിൽ, നാടിൻ്റെ വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് റോഡ് കണക്ടിവിറ്റിക്കുള്ളത്. പക്ഷേ നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട്
നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ പോയി കണ്ടു. അവർ തിരിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ വരണം, സ്ഥലം ഏറ്റെടുത്ത് തരാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അവരൊരു പ്രധാന തടസ്സം ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞു, കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്, ആ വില കൊടുത്ത് ഞങ്ങൾ ഭൂമി എടുക്കില്ല, നിങ്ങൾ എടുത്തു തരണം. സ്വാഭാവികമായും ആ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ സംസ്ഥാനം ഭൂമി എടുത്തു കൊടുക്കുന്നില്ല. ആ തർക്കം നമ്മൾ ഉന്നയിച്ചു. അവസാനം വലിയ തർക്കമായി. ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടന്നു. നമുക്കാണെങ്കിൽ എത്രയും വേഗം ഇത് വരണം, ഈ നാഷണൽ ഹൈവേ പണി തുടങ്ങണം. അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതമായി. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിലയുടെ 25% സംസ്ഥാനം വഹിക്കണം. അതിന് വഴങ്ങേണ്ടി വന്നു. എത്ര? 5600 കോടി രൂപ കൊടുത്തു. അത് നാം നേരത്തെ കാണിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമാണത്. ഇപ്പോ നല്ല രീതിയിൽ ആ പ്രവർത്തനം നടക്കുകയാണ്. നാഷണൽ ഹൈവേ നല്ല ഭാഗം ഡിസംബറോടെ പൂർത്തിയാകാൻ പോകുന്നു. കഴിഞ്ഞ ഒരു യോഗം ശ്രീ ഗഡ്കരിയും ഞാനുമായൊക്കെ ചർച്ച ചെയ്യുന്നൊരു യോഗം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് കണ്ട കാര്യം, നാഷണൽ ഹൈവേയുടെ നല്ലൊരു ഭാഗം ഡിസംബറോടെ പൂർത്തിയാകും. അതിൻ്റെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താം, ഞാൻ കേരളത്തിലേക്ക് വരാം എന്നും ശ്രീ ഗഡ്കരി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഭാഗം മാർച്ചിന് മുൻപ് തീർക്കണം എന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ വന്നാൽ വലിയ മാറ്റമല്ലേ? ഒരു അനുഭവം പറഞ്ഞാൽ, ന്യൂയോർക്കിലുള്ള ഒരു കുടുംബം, ആ കുടുംബം കോട്ടയക്കാരാണ്. കോട്ടയത്ത് ആണ് താമസമെങ്കിലും അമ്മയുടെ വീടും മറ്റും പാലക്കാടാണ്. അവരൊരു ദിവസം പാലക്കാടേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ കുതിരാൻ തുരക്കം വന്ന കാല ആ കുട്ടി ആശ്ചര്യം, ഒരു കുട്ടിയുണ്ട് അവരുടെ കൂട്ടത്തിൽ, ആ കുട്ടി ആശ്ചര്യപ്പെടുകയാണ്, ഇത് എന്തൊരു മാറ്റമാണ്, എന്തൊരവസ്ഥയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ ആശ്ചര്യം. അതിൻ്റെ ഭാഗമായി അത് പറയാൻ വേണ്ടി മാത്രമായിട്ട് അവരെൻ്റെ അടുത്ത് വന്നു. ഇങ്ങനെ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെയും കൂട്ടിയിട്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നു. ഇങ്ങനെയാണ് സ്ഥിതി എന്ന്. ആ തരത്തിൽ ആളുകളുടെ മനസ്സ് വല്ലാതെ കുളിരുന്ന കാഴ്ചയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന മറ്റൊരു അനുഭവം, ആളെ പേരും അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ തരത്തിലും കേരളത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളെന്ന് കണ്ടാൽ മതി. കേരളത്തിനെ പറ്റി എന്തെല്ലാം അയഥാർത്ഥമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടത്തിലൊരാള്. അങ്ങനെ ഒരാള് ചെറിയ ആളല്ല. അവരുടെ ദേശീയ തലത്തിലെടുത്താൽ 3-ാമതോ 4-ാമതോ ഇരിക്കുന്നയാളാണ്. ഒരു കാര്യത്തിന് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടി കേരളം ഒന്ന് കാണാൻ പുറപ്പെട്ടു. ഇപ്പോൾ ഒരു ഡ്രൈവറുണ്ട്, ഡ്രൈവറും കൂടെയുണ്ട്. അങ്ങനെ പോയപ്പോൾ കണ്ട കാര്യം ഇയാളെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ചോദിക്കുകയാണ്, ഇവിടെ എന്താ എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്നത്? ഇവിടെ എല്ലാവരും ഡ്രസ്സ് ഇടുമോ ഇങ്ങനെ? കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ട് അദ്ദേഹം കാണാറില്ല. പിന്നെ നാട്ടിൽ മാലിന്യങ്ങളില്ല, മാലിന്യ കൂമ്പാരങ്ങളില്ല. ഇതെങ്ങനെയാണ് ഇത്ര വലിയ മാറ്റം വന്നിരിക്കുന്നത്? ഇത് തന്നെയാണോ എല്ലായിടത്തെയും സ്ഥിതി? എല്ലാം ഇദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയല്ലാലോ ഞാൻ കേട്ടത് കേരളത്തെക്കുറിച്ച്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇതൊക്കെയാണ് കേരളം, നമ്മുടെ ഹരിതകർമ്മസേനയാണ് മാലിന്യം
നീക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡ്രൈവർ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു പോലും, എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം യാത്ര ചെയ്ത്, ഞാൻ ഒരിക്കൽ കൂടി വരും, ഇനി അങ്ങേ ഭാഗത്തൊന്ന് പോകണം, എന്താ അവിടുത്തെ സ്ഥിതി എന്ന് കാണണം. ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി, റിയൽ സ്റ്റോറി. ആ നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ആ മാറ്റം എങ്ങനെ വന്നതാണ്? ഈ പറഞ്ഞ ഓരോ കാര്യവും നമ്മൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ ഹരിത കേരള മിഷന് നേതൃത്വം കൊടുത്തു. ആ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനമാണ് നടന്നത്. അതിൻ്റെ ഭാഗമായി വൻപിച്ച മാറ്റം അവിടെ സംഭവിച്ചു എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഇന്ന് മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത നല്ലതുപോലെ അവസാനിച്ചു. പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ പറ്റില്ല, ഒറ്റപ്പെട്ടതുണ്ടാവും. എങ്കിലും വലിയ മാറ്റം വന്നു. സംസ്കരിക്കേണ്ടതാണ് എന്നൊരു ധാരണ വന്നു. പൊതുവിൽ ഹരിതകർമ്മസേനയും മറ്റും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു. പൊതുവെ നല്ല പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട് എന്താണ് കാണേണ്ടത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാന തടസ്സമായി നിന്ന ഒന്ന് നാടിൻ്റെ വിഭവശേഷി കുറവായിരുന്നു. ഒരുപാട് ആവശ്യം എങ്ങനെ നിറവേറ്റും? ഇപ്പോൾ 2016 അത് പരിഹരിക്കുന്നതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയെ പുനർജീവിപ്പിച്ചപ്പോൾ ഞങ്ങൾ അന്ന് കണ്ടത് 50,000 കോടി രൂപയുടെ നിക്ഷേപം പൊതു പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നല്ല രീതിയിൽ പശ്ചാത്തല സൗകര്യ വികസനം കൊണ്ടുവരിക. ആ ഗവൺമെന്റ് അവസാനിക്കുമ്പോൾ 21 കണ്ടത് 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുത്തതാണ്. ഇപ്പൊ എത്രയാണെന്നറിയോ? 90,000 കോടി രൂപയുടെ പദ്ധതികളാണ്. നിങ്ങളെല്ലാം വടക്ക് കേരളത്തിൽ വരുന്നവരാണല്ലോ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ കഴിയുന്ന നാടാണല്ലോ കേരളം. സ്കൂൾ കെട്ടിടം, നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, വിവിധ പദ്ധതികൾ, അങ്ങനെ എന്തെല്ലാം. ഈ പറഞ്ഞ നാഷണൽ ഹൈവേ കൊടുത്തി 5,600 കോടി കിഫ്ബിയിൽ നിർത്തുകയാണ്. അപ്പോ നാടിന് വലിയ തോതിലുള്ള മാറ്റം വന്നിരിക്കുന്നു എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക. നാഷണൽ ഹൈവേയുടേത് മാത്രമല്ല, 2 പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്ന് ഗെയിൽ പൈപ്പ് ലൈൻ. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ നിശ്ചയിച്ചപ്പോൾ തുടക്കം കുറിച്ച മറ്റ് സംസ്ഥാനങ്ങൾ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി ഗ്യാസ് അതിലൂടെ പ്രവഹിക്കാൻ തുടങ്ങി. നമ്മൾ അപ്പോഴുമില്ല, അവിടെ കിടക്കുകയാണ്. 2016 മുഖ്യമന്ത്രിയായതിനു ശേഷം സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്തൊരു കേഴ്സി കോളിന് പോകുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തായി നിങ്ങളെ ഗെയിൽ പൈപ്പ് ലൈൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആദ്യത്തെ പോകാ. ഞാൻ പറഞ്ഞു അടുത്ത തവണ കാണുമ്പോൾ പറയാന്ന് പറഞ്ഞു. കാരണം അന്നേരം ഒന്നും പറയാനില്ല. ഇപ്പൊ എന്തായി? ഇപ്പോഴല്ല, നേരത്തെ തന്നെ ആ പൈപ്പ് ലൈൻ പൂർത്തിയായി, അതിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു. നടക്കില്ല എന്ന് കരുതിയ പദ്ധതിയാണ്. ഇപ്പോ നമ്മുടെ അടുക്കളകളിൽ ആ ഗ്യാസ് പാചകവാതകമായിട്ട് എത്തുന്നു. ഫാക്ടറികളിൽ പലയിടത്തും ഇന്ധനമായിട്ട് എത്തുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാവും. എടമൺ കൊച്ചി പവർ ഹൈവേ കേരളത്തിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ നിന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ ആളുകൾ തടഞ്ഞു. ഗവൺമെന്റ് അവിടെ സ്തംഭിച്ചു. അനക്കമില്ല. എന്ത് സംഭവിച്ചു എന്നറിയോ? പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് പദ്ധതി നടത്തുന്നത്. അവര് തിരിച്ചുപോയി. 2016 ആ പവർ ഗ്രിഡ് കോർപ്പറേഷനെ ബന്ധപ്പെട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അവർക്കൊരു ശങ്ക നടക്കുമെന്നുള്ളത്. പണി ആരംഭിക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ സ്ഥലത്ത് പണിയുമായിട്ട് ചെന്നപ്പോൾ തടയാൻ നേരത്തെ ഉള്ളവർ മുന്നിട്ടിറങ്ങി. കാരണം അവർ തടഞ്ഞാൽ
പിന്നെ പണി നടത്തില്ല എന്ന സമീപനമായിരുന്നു നേരത്തെ എടുത്തത്. മാറ്റം വന്നത് അവർക്ക് ആദ്യം മനസ്സിലായില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ എതിർക്കരുത്, ഇത് പൂർത്തിയാക്കേണ്ടതാണ്. പക്ഷെ അവർ എതിർത്തു. പിന്നെ അവർക്ക് മനസ്സിലായി ഗവൺമെന്റ് എന്താണെന്ന്. ആ ലൈൻ പൂർത്തിയായി. ഇപ്പോൾ അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നാടിനോടാണ് പ്രതിബദ്ധത വേണ്ടത്. അല്ലാതെ പദ്ധതി നാട്ടിൽ വന്നുകൂടാ എന്ന് പറഞ്ഞ് അതിന് എതിർക്കുന്നവരോടല്ല. ആ എതിർപ്പിന്റെ മുന്നിൽ കീഴ്വഴങ്ങേണ്ടതല്ല ഗവൺമെന്റ്. അത് കൃത്യമായി നടന്നപ്പോൾ നാഷണൽ ഹൈവേക്ക് ഭൂമി കിട്ടി, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി, ഈ പറഞ്ഞ എടമൺ കൊച്ചി പവർ ഹൈവേയും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ഓരോ രംഗത്തും വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വളരെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പോയാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ പലരും കേൾക്കാൻ തൽപരരാണ്. പക്ഷേ വല്ലാതെ നീണ്ടുപോകുന്നത് ഒരു ശരിയല്ല എന്നുള്ളത് കൊണ്ട് വളരെ ദീർഘിച്ച് ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ആരോഗ്യരംഗത്തിൻ്റെ ഒരു കാര്യം നമ്മൾ കാണണം. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ മാറ്റം എങ്ങനെയാ? മാറ്റം വെറുതെ ഉണ്ടാവില്ല. ആരോഗ്യരംഗത്ത് 2016 ബജറ്റിൽ കൊടുത്തിരുന്നത് 665 കോടി രൂപയായിരുന്നു. ഇപ്പൊ എത്രയാണെന്നറിയോ? 3000 കോടി രൂപ. ഇതാണ് മാറ്റം. 665 നിന്ന് 3000-ലേക്കുള്ള വളർച്ച. അത് ആ രംഗത്ത് ചെലവഴിക്കുന്ന പണമാണ്. ഇത് ബജറ്റിലൂടെ ചെലവഴിക്കുന്നതാണ് കേട്ടോ. അതിന് പുറമേ കിഫ്ബിയുടെ പണമുണ്ട്. അതിന്റെ ഭാഗമായി വന്ന പദ്ധതികളുണ്ട്. വിവിധ രംഗങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എത്രമാത്രം മെച്ചപ്പെട്ട നിലയാണ് ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കോവിഡിന്റെ ഘട്ടത്തിൽ കോവിഡ് ഏറ്റവും മൂർധന്യ ദശയിൽ കിടക്കുമ്പോഴും നമ്മളൊരുക്കിയ ആരോഗ്യ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പോലും നമ്മുടെ കേരളത്തിൽ വെന്റിലേറ്റർ സൗകര്യമടക്കം നിശ്ചയമായി കിടക്കുന്നുണ്ടായിരുന്നു. ലോകം ആശ്ചര്യപ്പെട്ടു നോക്കിയില്ലേ എങ്ങനെയാണ് കേരളത്തിൽ സാധിച്ചത്? എങ്ങനെയാ കഴിഞ്ഞ്? ആർദ്രം മിഷനിലൂടെ നാം നടപ്പാക്കിയ മിഷൻ പ്രവർത്തനം അങ്ങനെയാണത് വന്നത്. അത് കോവിഡ് വരുമെന്ന് കണക്കാക്കിയിട്ടല്ല, നമ്മുടെ നാടിന്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. വേറൊരു കണക്ക്, ഇപ്പൊ വന്ന മാറ്റം അത് പരിശോധിച്ചാൽ കാണും. ശിശുമരണം അമേരിക്കയില് 5.6%. 5.6. നമ്മളോ കേരളം 5. അമേരിക്കയുടെ മേലെ. പക്ഷെ ഒരു ഗുണം കേരളത്തിനുണ്ട് കേട്ടോ. കേരളത്തിൽ ഈ വിവരങ്ങൾ കൊടുക്കേണ്ടവരൊന്നും ഈ വിവരം പുറത്തു പറയില്ല. അത് നാടറിയാൻ പാടില്ല എന്ന് നിർബന്ധം നിർഭാഗ്യകരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ വിവരങ്ങൾ കൊടുക്കുന്നവർക്കുണ്ട്. ഇതല്ലേ മാറ്റം? ആ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ഗവൺമെൻറ് ഓഫീസുകളിലും നല്ല തരത്തിലുള്ള ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം കെ ഫോണിലൂടെ നമ്മൾ ഒരുക്കുകയാണ്. പുതിയൊരു മാറ്റമാണ്. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇവിടെ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഇപ്പോ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, നമ്മുടെ കൊച്ചിയിലുള്ള വാട്ടർ മെട്രോ, ആ വാട്ടർ മെട്രോ രാജ്യത്ത് പല നഗരങ്ങളും ഏറ്റെടുക്കാൻ പോവുകയാണ്, പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കാൻ പോവുകയാണ്. രാജ്യത്ത് മാത്രമല്ല, പല രാജ്യങ്ങളും ഈ കാര്യം വന്ന് കാണുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യുകയാണ്, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ. ക്ഷേമ പെൻഷൻ 2016 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭ
ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് തീരുമാനിച്ചത്. പിന്നെ 600 രൂപയിൽ നിന്ന് വർധനവ് തുടങ്ങി 1600 നിന്നു. ഇപ്പോഴോ 60 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. നേരത്തെ 34 ലക്ഷമായിരുന്നു, അതിൽ നിന്നാണ് 60 ലക്ഷത്തിലേക്ക് എത്തിയത്. ഇത് ദാരിദ്ര്യം ഏറ്റവും കുറയുന്നതിനിടയാക്കിയ ഒരു ഘടകമാണ്. അത് നമ്മൾ കാണണം. ഇപ്പോ വീടൊരു സ്വപ്നമായി കൊണ്ട് നടന്നവര്, ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവര്, വീട് നിർമ്മിക്കാനാകുന്നില്ല. അങ്ങനെയാണ് ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയത്. ഇപ്പൊ എത്രയായി? 4,68,436 വീട് പൂർത്തിയായി. അവിടെ ആള് താമസിക്കുകയാണ്, കുടുംബങ്ങൾ താമസിക്കുകയാണ്. ആ കുടുംബങ്ങളുടെ എണ്ണാണിത്. ബാക്കിയുള്ള വീടുകള് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇവിടെ പട്ടയം തങ്ങളുടെ ഭൂമിയാണ്, പക്ഷേ പട്ടയം ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി വലിയ കാലമായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോ 4,956 പട്ടയങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് സമയബന്ധമായി പൂർത്തിയാക്കാനുള്ള മിഷൻ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ രംഗമെടുത്താലും കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വലിയ തോതിലുള്ളതാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ നൽകാനുള്ള നൂതനമായ നൈപുണ്യ പരിശീലനം നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ-ഡിസ്കിന്റെ ആഭിമുഖ്യത്തിൽ 2 ലക്ഷം ആളുകൾക്ക് നൈപുണ്യ പരിശീലനം നൽകാനാണ് പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ IT രംഗം വലിയ തോതിൽ വികസിച്ചു വരികയാണ്. അത് ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു നിലയാണ്. 2016 IT പാർക്കിൽ 78,000 ആളുകളായിരുന്നു ജോലിയെടുത്തിരുന്നത്. ഇപ്പോൾ 1,70,000 പേരാണ്. ഇവിടെ സ്റ്റാർട്ടപ്പിനൊരു പറുദീസയായി കേരളത്തെ കണക്കാക്കുകയാണ്. 2016 300 ഉണ്ടായത് ഇപ്പോൾ 6,300 6,000 കോടി രൂപയുടെ നിക്ഷേപം. തൊഴിലവസരം നല്ലതുപോലെയുണ്ട്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് 15,000 സ്റ്റാർട്ടപ്പിലേക്കും 1 ലക്ഷം തൊഴിലവസരം എന്ന നിലക്കും വർദ്ധിപ്പിക്കാനാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യാവസായിക വളർച്ച നേടിയിരിക്കുന്നു. 2016 12% എന്നത് 17% ഇപ്പോൾ വളർച്ചയുടെ നിരക്ക്. സംരംഭക വർഷത്തില് 3,227,000 സംരംഭങ്ങൾ. വലിയ തോതിൽ നിക്ഷേപം 19,446 കോടിയുടെ നിക്ഷേപം. 6,38,322 തൊഴില് നൽകാനായിരിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ രാജ്യത്തെ 1ാം സ്ഥാനം കേരളത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. കാർഷിക മേഖല നല്ല വളർച്ചാ നിരക്കാണ്. 2016 2% ഇപ്പോഴത് 4.64. നെൽകൃഷിയില് 1.7 ലക്ഷം ഹെക്ടറിൽ ആയിരുന്നു നേരത്തെ. ഇപ്പൊ അത് 2.5 ലക്ഷം ഹെക്ടറിൽ നെൽകൃഷിയാണ്. പച്ചക്കറി ഉൽപാദനം 7 ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് 16 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ പല മേഖലയിൽ വരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നമുക്ക് ചില പ്രയാസങ്ങൾ സാമ്പത്തിക രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ആ പ്രയാസം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത് നമ്മുടെ തനത് വരുമാനത്തിൽ നല്ല വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര ഉൽപാദനത്തിൽ 2016 5,60,000 കോടി രൂപയായിരുന്നു. അത് ഇപ്പോ 13,11,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. തനത് നികുതി വരുമാനം എടുത്താൽ 4 വർഷം കൊണ്ട് ഈ 4 വർഷം 47,000 കോടിയിൽ നിന്ന്
87,000 കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് ഒരു സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് നേടാൻ കഴിഞ്ഞ മെച്ചപ്പെട്ട അവസ്ഥ. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണങ്ങൾ കഴിഞ്ഞ നിയമസഭ അംഗീകരിക്കുകയുണ്ടായി. അത് കേരളത്തിലെ പൊതുസേവനാവകാശ ബില്ല്. അത് വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ഒരു ബില്ലാണ്. കാരണം പൊതുസേവനം ഒരവകാശമായി മാറ്റുന്നതിനാണ് ആ നിയമത്തിലൂടെ തയ്യാറായിട്ടുള്ളത്. ഭരണനിർവഹണം സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഇത് ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും സേവനം ഉറപ്പാക്കുക. സേവനം നിഷേധിച്ചാൽ, കാലതാമസമുണ്ടായാൽ അതിനുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനം ഇതിലുണ്ട്. ഓരോ സേവനത്തിനും ഒരു നിശ്ചിത ഉദ്യോഗസ്ഥൻ, 2 തട്ടിലുള്ള അപ്പീൽ അധികാരി, ഇതെല്ലാം ചുമതലപ്പെടുത്തുന്നുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ സേവനം ലഭിച്ചില്ലെങ്കിൽ പരാതിപ്പെടാം. അവിടെ അപ്പീൽ തള്ളിപ്പോവുകയാണെങ്കിൽ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സേവനാവകാശ കമ്മീഷന് മുന്നിലും പ്രശ്നം ഉന്നയിക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായി സേവനം നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നതാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അതേപോലെ കേരളം നേരിടുന്നൊരു പ്രശ്നമാണ് വായ്പയെടുത്ത് വീട് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ, ജപ്തി ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഏക കടപ്പാടം സംരക്ഷിക്കുക. അതിലൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ആ കടപ്പാടം മാത്രമാണുള്ളതെങ്കിൽ അവിടെ ഇറക്കി വിടാൻ പറ്റില്ല. ആ ഏക കടപ്പാടം സംരക്ഷിക്കുന്നതിനുള്ള ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ മലയോര ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ വന്യജീവികൾ ഉണ്ടാക്കുന്ന സംഘർഷം. അതിന് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും വനം ഭേദഗതി ബില്ലും ഇപ്പോൾ നിയമസഭ പാസാക്കി. അവിടെ ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായാൽ ആ വന്യമൃഗത്തെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുകയാണ് ഇതിലൂടെ. നേരത്തെയുള്ള ഒരുപാട് കടമ്പകളുണ്ട്, അതെല്ലാം മറികടന്നുകൊണ്ടാണ് അംഗീകാരം നൽകുന്നത്. വന്യമൃഗം ആളുകളെ ജനവാസ കേന്ദ്രങ്ങൾ ഇറങ്ങി ആക്രമിച്ചാൽ അവിടെയും കലക്ടറുടെയോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലുന്നതിന് അല്ലെങ്കിൽ മയക്കുവടി വെച്ച് മാറ്റുന്നതിനെല്ലാമുള്ള അധികാരം നൽകുകയാണ്. വലിയ മാറ്റം ആ രംഗത്ത് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് കാണുന്നത്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്യാനുള്ള നടപടികൾക്ക് നിങ്ങളേവരുടെയും സഹായം വേണം. ഒരു കാര്യമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, 2016 മുതൽ 21 വരെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. 21 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ആ നേരത്തെ തുടങ്ങിവെച്ച പരിപാടികൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി, നല്ല രീതിയിൽ അത് സംരക്ഷിക്കാനും കേരളത്തിൻ്റെ വികസനം ഉറപ്പുവരുത്താനുമായി. അപ്പോൾ തുടർ ഭരണം എന്നത് നാടിൻ്റെ വികസനത്തിന് സഹായിക്കുന്ന ഒന്നാണ് എന്നത് അനുഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംരക്ഷിക്കപ്പെടണം. കൂടുതൽ വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാനാവണം. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ.